Good morning all. Today I'm going to take the topic hydrogen bomb. സോ നമുക്കറിയാം ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ സ്റ്റാറിൽ സണ്ണിൽ അതേപോലെ തന്നെ എർത്തിലൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ സ്റ്റാർ. അപ്പോൾ സ്റ്റാറിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ അതിൻ്റെ സെൻറ്ററിലാണ് നടക്കുന്നത്. പിന്നെ എർത്തിലെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എർത്തിൽ നടക്കും. സോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നതാണ് ലൈറ്റ് ആറ്റോമിക് ന്യൂക്ലിയൈസ് കമ്പൈൻ ചെയ്തിട്ട് വൺ ഓർ മോർ ലാർജ് ന്യൂക്ലിയൈസ് ആയി ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ലൈറ്റ് ഓൺസ് ജോയിൻ ചെയ്തിട്ട് വലുതാവുന്നത്, അതാണ് എൻ്റെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ എർത്തിലെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദ ആർട്ടിഫിഷ്യൽ ഫ്യൂഷൻ റിയാക്ഷൻ ഹാവ് സോ ഫാർ ബീൻ അച്ചീവ്ഡ് ഇൻ ദ ലാർജ് സ്കെയിൽ ഓൺലി ഇൻ ദ ഹൈഡ്രജൻ ബോംബ്സ് ഓർ തെർമോ ന്യൂക്ലിയർ ബോംബ്സ്. അതായത് എർത്തിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ന്യൂക്ലിയർ ഫിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഹൈഡ്രജൻ ബോംബിൽ അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ ബോംബ്സിൽ അതിലാണ് എന്ത് നടക്കുന്നത്? ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് എർത്തിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സമയത്തും ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, രണ്ട് ലൈറ്റ് ന്യൂക്ലിയൈസ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന സമയത്ത്, ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ഇൻ ദ ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2 isotopes ഓഫ് ഹൈഡ്രജൻ, ഒരു ഡ്യൂറ്റീരിയം ഒരു ട്രീറ്റിയം ആർ ഫ്യൂസ് ടു ഫോം ന്യൂക്ലിയസ് ഓഫ് ഹീലിയം ആൻഡ് ന്യൂട്രോൺസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു 2 isotopes ഓഫ് ഹൈഡ്രജൻ, അതേപോലെ തന്നെ ഡ്യൂറ്റീരിയം ഒരു ട്രീറ്റിയം, ഈ 3 എണ്ണം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു ഹീലിയത്തിന്റെ ന്യൂക്ലിയസും അതേപോലെ തന്നെ ന്യൂട്രോൺസും ആണ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുക ഏതൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്ന സമയത്തും ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ആ ഒരു എനർജി എന്ന് പറയുന്നത് നിയർലി 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, ഇത്രയും ഒരു എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏതൊരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിലും ഹൈ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ റിക്വയർഡ് ആണ്, അല്ലേ? നല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുള്ളൂ. ദ ഹൈ temperature required to trigger the fusion reaction are generated by exploding an ordinary atom bomb next to a container filled with deuterium and tritium. അതായത് ഇന്നെങ്ങനെയാണ് ഹൈ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ വേണം നമ്മൾ പറഞ്ഞു. ആൻഡ് ദേ ആർ ജനറേറ്റഡ് ബൈ എക്സ്പ്ലോഡിങ് ആൻ ഓർഡിനറി ആറ്റം ബോംബ്. ഓർഡിനറി ആറ്റം ബോംബ് ജസ്റ്റ് ഒരു ഡ്യൂറ്റീരിയം ട്രീറ്റിയത്തിന് നെക്സ്റ്റ് ഉള്ള ഒരു കണ്ടെയ്നർ. ഓക്കെ, ഡ്യൂറ്റീരിയം ട്രീറ്റിയുള്ള കണ്ടെയ്നറിൻ്റെ അടുത്തുള്ള ഒരു അറ്റോമിക് ബോംബിനെ എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ് ആ ഹൈ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫ്യൂഷൻ ബോംബ് കോൾ പ്രൈമറി. അപ്പോൾ എന്താണ് പ്രൈമറി സെക്കൻഡറി അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രൈമറിയിൽ വരുന്ന സമയത്ത് ദേ പ്രൊഡ്യൂസ് എ ഫ്ലഡ് ഓഫ് റേഡിയേഷൻ ഇൻക്ലൂഡിങ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ അവിടെ എന്താണ് ഒരു ഫ്ലഡ് ഓഫ് റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് റേഡിയേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ടാവും, ലാർജ് എമൗണ്ട് ഓഫ് ന്യൂട്രോൺസ് ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് എന്താണ് ദിസ് റേഡിയേഷൻ impinges on the thermonuclear portion of the bomb known as secondary. ആ ഒരു റേഡിയേഷൻ നമുക്ക് പറഞ്ഞല്ലോ ഹൈ ഫ്ലഡ് ഓഫ് റേഡിയേഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടാവും. ആ ഒരു റേഡിയേഷൻ ബോംബിന്റെ തെർമോന്യൂക്ലിയർ പോർഷന്റെ മുകളിൽ പോയിട്ട് ഇമ്പിഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ്, ആ ഒരു റേഡിയേഷൻ്റെ എഫക്റ്റ് അതിൻ്റെ മുകളിൽ കാണിക്കും. ഓക്കെ, ബോംബിന്റെ തെർമോന്യൂക്ലിയർ പോർഷന്റെ മുകളിൽ ആ ഒരു എഫക്റ്റ് കാണിക്കും. എന്നിട്ട് എന്താവും സെക്കൻഡറി ഫോം ചെയ്യും. ഓക്കെ, നോൺ ആസ് സെക്കൻഡറി. ദ സെക്കൻഡറി കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് ലിത്തിയം ഡ്യൂട്രൈഡ്. അപ്പോൾ സെക്കൻഡറിയിൽ എന്താണ് ലിത്തിയം ഡ്യൂട്രൈഡ് ആണ് ഉണ്ടാവുക. ഓക്കെ, സെക്കൻഡറി കൺസിസ്റ്റ് ലാർജ്ലി ഓഫ് ലിത്തിയം ഡ്യൂട്രൈഡ്. ഓക്കെ, പ്രൈമറിയിൽ എന്താണ് റേഡിയേഷനും അതേപോലെ തന്നെ ന്യൂട്രോണിനെ റിലീസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറിയിൽ വരുന്ന സമയത്ത് ലിത്തിയം ഡ്യൂട്രൈഡ് ആണ് ഉണ്ടാവുക. പിന്നെ പ്രൈമറിയിൽ ഫിഷൻ ആണ് കേട്ടോ. ഇനി എന്താണ് ദ ന്യൂട്രോൺസ് റിയാക്ട് വിത്ത് ലിത്തിയം ഇൻ ദ കെമിക്കൽ കമ്പൗണ്ട് പ്രൊഡ്യൂസിങ് ലിത്തിയം ആൻഡ് ഹീലിയം. അപ്പോൾ എന്താണ് ആ ലിത്തിയം നമുക്കറിയാം പ്രൈമറിയിലുള്ള ന്യൂട്രോൺസ് ലിത്തിയമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ലിത്തിയം ആൻഡ് ഹീലിയം ഫോം ചെയ്യും. ഓക്കെ, നമ്മൾ ആ റിയാക്ഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ലിത്തിയം ഫോം ചെയ്യുന്നുണ്ട്, ഹീലിയം ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ട്രിറ്റിയം ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് റിയാക്ഷൻ പ്രൊഡ്യൂസസ് എ ട്രിറ്റിയം ഇൻസ്റ്റന്റ്ലി. അപ്പോൾ ട്രിറ്റിയം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഫ്യൂഷൻ ബിഗിൻ ചെയ്യാം. പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മൾ ഈ ഒരു ട്രിറ്റിയം ഇൻസ്റ്റന്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബോംബിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ട്രിറ്റിയം ഇൻ ദ ബോംബ് ഇറ്റ്സെൽഫ്, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇൻ ദ എക്സ്ട്രീം ഹീറ്റ്, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? ദ ഫിഷൻ എന്താണ് പറയുന്നത്? എക്സ്ട്രീം ടെമ്പറേച്ചർ എക്സ്ട്രീം ഹീറ്റ് വരുന്ന സമയത്ത് വിച്ച് എക്സിസ്റ്റ് ഇൻ ദ ബോംബ് ദ ട്രിറ്റിയം ഫ്യൂസസ് വിത്ത് ദ ഡ്യൂറ്റീരിയം ഇൻ ദ ലിത്തിയം ഡ്യൂട്രൈഡ്. അപ്പോൾ ലിത്തിയം ഡ്യൂട്രൈഡ് എന്ന് പറയുന്നതാണ് സെക്കൻഡറി ആണ്. ഓക്കെ, അപ്പോൾ ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്ട്രീം ഹീറ്റ് വരുന്ന സമയത്ത് എന്താവും? ഈ ട്രിറ്റിയം ഫ്യൂസസ് വിത്ത് ഡ്യൂറ്റീരിയം, ഈ ലിത്തിയം
ഡ്യൂട്രൈഡിനകത്ത് നിന്ന് എന്താവും, ഈ ട്രിറ്റിയം ഫ്യൂസസ് ഡ്യൂറ്റീരിയം ആയിട്ട് എന്താവും, ഈ ഒരു ട്രിറ്റിയം ഫ്യൂസ് ചെയ്യും. ഓക്കെ, ട്രിറ്റിയം ഫ്യൂസസ് വിത്ത് ഡ്യൂറ്റീരിയം ഇൻ ദ ലിത്തിയം ഡ്യൂട്രൈഡ്. ലിത്തിയം ഡ്യൂട്രൈഡ് നമ്മൾ ഓൾറെഡി എങ്ങനെ ഉണ്ടായത്, സെക്കൻഡറി വഴി ഉണ്ടായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം ഒരു ഈ ഉണ്ടായി വന്ന ട്രിറ്റിയം എന്താവും ഡ്യൂറ്റീരിയം ആയിട്ട് കമ്പൈൻ ചെയ്യും. ദ ഫിഷൻ ബോംബ് പ്രൊഡ്യൂസസ് ഇനഫ് എനർജി ടു സ്റ്റാർട്ട് ഫ്യൂഷൻ. അപ്പം എന്താണ്, ആ ഒരു ഫിഷൻ ബോംബ് ഫ്യൂഷൻ നടക്കാനുള്ള ഇനഫ് എമൗണ്ട് ഓഫ് എനർജി പ്രൈമറി കൂടെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. പ്രൈമറി നമുക്കറിയാം ഫിഷനാണ് നടക്കുന്നത്. ആ ഒരു പ്രൈമറി കൂടെ തന്നെ എന്താണ്, അതിനൊരു ഫ്യൂഷൻ നടക്കാനുള്ള ഒരു എമൗണ്ട് ഓഫ് എനർജി അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, to do this, high energy gamma ray absorbing material to capture the energy of radiation is introduced. അപ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും അല്ലേ. ആ ഒരു ഹൈ എമൗണ്ട് ഓഫ് എനർജിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എനർജി ഗാമ റേ അബ്സോർബിംഗ് മെറ്റീരിയൽ, ഒരു ഗാമ റേ അബ്സോർബിംഗ് മെറ്റീരിയലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ആ ഒരു എനർജീനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എനർജി ഗാമ റേ അബ്സോർബിംഗ് മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. As high energy gamma ray radiations from the primary is absorbed, the radial compression forces are exerted along the entire cylinder at most the same instant. അപ്പോൾ എന്താണ്, ഹൈ എമൗണ്ട് ഓഫ് എന്താണ് ഗാമ റേഡിയേഷൻ ഫ്രം ദ പ്രൈമറിനകത്ത് എന്താണ് ഹൈ എമൗണ്ട് ഓഫ് ഗാമ റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൈ എമൗണ്ട് ഓഫ് ഗാമ റേസിനെ നമ്മൾ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്, ആ ഒരു സിലിണ്ടറിൻ്റെ മുകളിൽ റേഡിയൽ കംപ്രഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ഈക്വൽ ആയിട്ട്. ഓക്കെ, ഒരേ സെയിം ഇൻസ്റ്റൻറ്റിൽ എന്താണ് റേഡിയൽ കംപ്രഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, റേഡിയൽ കംപ്രഷൻ ഫോഴ്സ് ആ സിലിണ്ടറിനെ പോലെ ഒരേപോലെ എന്താവും എക്സേർട്ട് ചെയ്യും. ദിസ് പ്രൊഡ്യൂസസ് എ കംപ്രഷൻ ഓഫ് ദ ലിത്തിയം ഡ്യൂട്രൈഡ്. അപ്പോൾ ലിത്തിയം ഡ്യൂട്രൈഡ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അതിനകത്ത്. ഓക്കെ, അപ്പം എന്താണ്, ഒരേപോലെ കംപ്രഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ലിത്തിയം ഡ്യൂട്രൈഡും കംപ്രസ് ആയി പോകും. ഓക്കെ, ദിസ് പ്രൊഡ്യൂസസ് എ കംപ്രഷൻ ഓഫ് ലിത്തിയം ഡ്യൂട്രൈഡും കംപ്രസ് ചെയ്യും. ദ ന്യൂട്രോൺസ് ആർ ഓൾസോ പ്രൊഡ്യൂസ് ഇൻ ദ ഫിഷൻ ആൻഡ് റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് എ ലിത്തിയം ഡ്യൂട്രൈഡ്. അപ്പോൾ എന്താണ് ലിത്തിയം ഡ്യൂട്രൈഡ്, അതിനകത്ത് എന്താ നമുക്ക് പറയാം, പ്രൈമറിയും സെക്കൻഡറി നടക്കുന്നത്. പ്രൈമറിയിൽ ന്യൂട്രോൺസും സെക്കൻഡറി ലിത്തിയം ഡ്യൂട്രൈഡും ആണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു നമ്മൾ റേഡിയൽ കംപ്രഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ലിത്തിയം ഡ്യൂട്രൈഡ് കംപ്രസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കംപ്രസ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രോൺസ് എന്താണ് ലിത്തിയം ഡ്യൂട്രൈഡിൻ്റെ അടുത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ന്യൂട്രോൺസ് റിഫ്ലക്ട് ടുവേർഡ്സ് എ ലിത്തിയം ഡ്യൂട്രൈഡ്. വിത്ത് ദ കംപ്രഷൻ ഓഫ് ദ ലിത്തിയം ഡ്യൂട്രൈഡ്, അപ്പോൾ ലിത്തിയം ഡ്യൂട്രൈഡ് കംപ്രസ് ചെയ്യുന്ന സമയത്ത് ദ ന്യൂട്രോൺസ് ആർ ബോംബാർഡഡ് ടുവേർഡ്സ് എ ലിത്തിയം ഡ്യൂട്രൈഡ്. അപ്പോൾ ലിത്തിയം ഡ്യൂട്രൈഡിൻ്റെ അടുത്തേക്ക് ന്യൂട്രോൺസ് ലിത്തിയം ഡ്യൂട്രൈഡിൻ്റെ അടുത്തേക്ക് ബോംബാർഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രിറ്റിയം ഫോം ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ന്യൂട്രോൺസ് ലിത്തിയം ഡ്യൂട്രൈഡിൻ്റെ അടുത്തേക്ക് ബോംബാർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ട്രിറ്റിയം ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രിറ്റിയം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രിറ്റിയം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ഫ്യൂഷൻ ബിഗിൻ ചെയ്യാം. ഓക്കെ, ട്രിറ്റിയം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫ്യൂഷൻ ബിഗിൻ ചെയ്യാം, ന്യൂക്ലിയർ ഫ്യൂഷൻ ബിഗിൻ ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വരെ എത്തുന്നത്? അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞു, ഒരു ഫിഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഫ്യൂഷനും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ടെല്ല-ഉലാം ഡയഗ്രാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. നമ്മൾ വേൾഡിലെ മോസ്റ്റ് ഓഫ് ദ വേൾഡിലെ ന്യൂക്ലിയർ വെപ്പണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡിസൈൻ കോൺസെപ്റ്റാണ് ടെല്ല-ഉലാം ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വേൾഡ്സ് ന്യൂക്ലിയർ വെപ്പണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എന്താണ് ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡിസൈൻ കോൺസെപ്റ്റാണ് ടെല്ല-ഉലാം ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് the abundant flux of neutrons released by the fusion reaction then introduce further fission in the primary stage. പിന്നെ എന്താണ് ഹൈ എനർജി റിലീസ് ഇൻ ദ പ്രൈമറി ഈസ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി സ്റ്റേജ്. അപ്പോൾ എന്താണ് ആ ഒരു ഫ്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈമറി സ്റ്റേജ് തന്നെ ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത്. ദ എനർജി റിലീസ് ഇൻ ദ പ്രൈമറി ഈസ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി. അപ്പോൾ പ്രൈമറി തന്നെ ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് അബ്സോർബ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എനർജി ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി. അപ്പോൾ സെക്കൻഡറിയിലേക്ക് ആ പ്രൈമറിയിൽ ഉണ്ടായ എനർജി ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, ദ എനർജി റിലീസ് ഇൻ ദ പ്രൈമറി ഈസ് ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി എന്ന് പറഞ്ഞെങ്കിൽ ഫ്യൂഷൻ ആണ് കേട്ടോ. പ്രൈമറിയിൽ ഫിഷൻ ആണ് നടക്കുന്നത്. ആ ഫിഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത എനർജി ട്രാൻസ്ഫർ ടു ദ സെക്കൻഡറി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് നമുക്ക് പറയാം ഹൈ എമൗണ്ട് ഓഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്യൂഷൻ നടക്കുകയുള്ളൂ. ദ ഹൈ
the temperature required to trigger the fusion reaction is 1.1 into 10 raised to 8 Kelvin, almost 10 times hotter than the entire sun. Hotter than the center of the sun. അപ്പോൾ എന്താണ് സണ്ണൊക്കെ ഹൈ ടെമ്പറേച്ചർ, സണ്ണിൻ്റെ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അത്രയും ഹൈ ഹീറ്റ് ആയിരിക്കും സണ്ണിന് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഫ്യൂഷൻ നടക്കണമെങ്കിലുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നിയർലി 1.1 into 10 raised to 8 Kelvin ആണ്. ഓക്കെ, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 10 times hotter than the center of the sun. അപ്പോൾ സണ്ണിൻ്റെ സെൻറ്ററിലെ ഹോട്ട്നെസ്സിനെക്കാട്ടും 10 times ഹയർ ടെമ്പറേച്ചർ ആണ് എന്ത് ഈ ഒരു ടെമ്പറേച്ചർ, ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1.1 into 10 raised to 8 Kelvin. ഓക്കെ, ദിസ് കൈൻഡ് ഓഫ് ഹൈഡ്രജൻ ബോംബ് ഇസ് എ ഫിഷൻ ഡിവൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പ്രൈമറിയിൽ ഫിഷൻ നടക്കുന്നുണ്ട്, പിന്നെ സെക്കൻഡറിയിൽ വന്ന് ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആലോചിച്ച് മനസ്സിലാവും ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫിഷൻ ഡിവൈസ് ആണ്. ഓക്കെ, ഫിഷൻ നടക്കുന്നുണ്ട്, ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫ്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഫിഷൻ ഡിവൈസ്. Typically, 1/2 of the total energy yield is due to the fusion and other half is due to fission. അപ്പോൾ എന്താണ്, ഒരു ആ ഒരു എനർജീൻ്റെ 1/2 ഓഫ് ദ ടോട്ടൽ എനർജി ഇസ് yield ഡ്യൂ ടു ഫ്യൂഷൻ വഴിയാണ് എന്ത് ആ ഒരു മൊത്തം ഹൈഡ്രജൻ ബോംബിൽ നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത്, എനർജി നമുക്ക് yield ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്, 1/2 ഓഫ് ദ yield ചെയ്യുന്ന എനർജി നമുക്ക് ഫ്യൂഷൻ വഴിയാണ് കിട്ടുന്നത്, അതർ ഹാഫ് നമുക്ക് കിട്ടുന്നത് ഫിഷൻ വഴിയാണ്. അപ്പോൾ രണ്ട് വഴി ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്താണ്, ദ ടോട്ടൽ yield ഓഫ് ദ ഹൈഡ്രജൻ ബോംബ് ഇസ് ദ ഓർഡർ ഓഫ് സെവറൽ മെഗാടൺ, റഫ്ലി 1000 times more than the ആറ്റം ബോംബ്. അപ്പോൾ ആറ്റം ബോംബിലൂടെ ഉണ്ടാക്കുന്ന എനർജിനെക്കാട്ടും 1000 times ഹയർ ആയിരിക്കും ഒരു ഹൈഡ്രജൻ ബോംബിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സെവറൽ മെഗാടൺ ഹയർ ആയിരിക്കും എന്ത് ഒരു ആറ്റം ബോംബിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിനെക്കാട്ടും 1000 times ഹയർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. അത്രയും എമൗണ്ട് ഓഫ് എനർജിയാണ് നമുക്ക് ഹൈഡ്രജൻ ബോംബിലൂടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയായിരുന്നു എൻ്റെ പോർഷൻസ്. താങ്ക് യു.